കൊടും വഞ്ചനയാണ് കെ സുധാകരനോട് കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വമൊക്കെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ പൊട്ടിത്തെറിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, കെ സുധാകരൻ സ്വതന്ത്രനായിട്ട് ഒരുപക്ഷെ ബി.ജെ.പി. പിന്തുണയോടുകൂടി കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആണ് അത് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കുക? ഗൗതം പറഞ്ഞത് സത്യമാണെങ്കിൽ, സത്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിക്കും. കേരള രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റായിരിക്കും സുധാകരൻ അഴിച്ചുവിടുന്നത്. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ കെ സുധാകരൻ എന്ന വ്യക്തി കോൺഗ്രസിന്റെ ഒരു റിബൽ സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂരിൽ മത്സരിച്ചാൽ അത്ര വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു എൻ്റേത്. പക്ഷെ ഇതിനിടയ്ക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരുപാട് കോമ്പിനേഷൻസും പെർമ്യൂട്ടേഷൻസിന്റെ ഒരു കലയെന്നോ അല്ലെങ്കിൽ ഒരു കളിയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ആ കളിയില് സുധാകരൻ എന്ന നേതാവ് ബി.ജെ.പിയുമായിട്ട് ചേരുമ്പോൾ അത് വല്ലാത്ത ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. കാരണം ചില കെമിക്കലുകൾ വേറെ ചില കെമിക്കലുമായിട്ട് ചേരുമ്പോഴായിരിക്കും അവിടെ സ്ഫോടനം നടക്കുന്നത്. അങ്ങനെ ഒരു സ്ഫോടനം, കാരണം സുധാകരൻ CPM-നെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ മുഖത്ത് നോക്കി എതിർക്കുന്ന, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്ന ഒരു പോരാട്ടത്തിന്റെ പ്രതീകമാണ് സുധാകരൻ. സുധാകരൻ ഒരു പോരാളിയാണ്. അദ്ദേഹത്തിന്റെ നഖം മുതൽ മുടി വരെ ഒരു പോരാളിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിലൊരു ശക്തിയുണ്ട്, ഒരു കരുത്തുണ്ട്. അദ്ദേഹം അങ്ങനെ പിറുപിറുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എന്തു പറഞ്ഞാലും അദ്ദേഹം വളരെ ശക്തിയോടും ഉച്ചത്തിലും അസർട്ടീവായിട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ബോഡി ലാംഗ്വേജിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രതിഫലനം. ഇവിടെ കുറച്ചു നാളായിട്ട് സുധാകരൻ ബി.ജെ.പി. ആയിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അന്ന് സത്യത്തിൽ അത് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചില മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കെ സുധാകരൻ അമിത്ഷായുമായിട്ട് ഒരു സമയത്ത് കൂടിക്കാഴ്ച നടത്തിയതായിട്ടും ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ രണ്ടാമനുമായിട്ടുള്ള അമിത്ഷായ്ക്ക് വ്യക്തിപരമായിട്ട് കെ സുധാകരനുമായിട്ട് അടുപ്പമുണ്ട്. ഈ അടുപ്പം ഒരുപക്ഷെ സുധാകരന് ചില വാഗ്ദാനങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. സുധാകരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരിക്കുന്നത് അതിലും ചെറിയ കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സീറ്റ് മാത്രമല്ല. കാരണം സുധാകരൻ കണ്ണൂരിൽ നിന്നും മത്സരിച്ചാൽ വിജയിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ സുധാകരൻ വിജയിച്ചു വന്നാൽ സുധാകരനെ അനുകൂലിക്കുന്ന ഒരു സംഘം MLA-മാരെ കോൺഗ്രസിൽ സൃഷ്ടിക്കപ്പെടാനായിട്ട് പലരും പിന്നിലുണ്ടാവും. അങ്ങനെ ഒരു സംഘം MLA-മാരുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സുധാകരൻ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞത് ആഭ്യന്തരമന്ത്രി സ്ഥാനമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കേണ്ട വരും. ഈ ഒരു ഈ ഒരു തിരിച്ചറിവാണ് എന്ന് എനിക്ക് തോന്നുന്നത്. നിലവില് നമുക്ക് VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലൊക്കെ ഉണ്ട്, മുതിർന്ന നേതാക്കളെന്ന് പറയാൻ പറ്റുന്നത്. സുധാകരൻ CPM-നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്ന ആ ഒരു അസേർട്ടീവ്നെസ്സിൽ, ആ ഒരു ഭാഷയിൽ ഇവരാരും അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാറില്ല. അത് മാത്രമല്ല, നമുക്കറിയാം കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ കാരണമല്ല, അദ്ദേഹത്തിന് ഇത്രമാത്രം വയസ്സായി, മുതിർന്ന ഒരു നേതാവാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും സുധാകരൻ ഒരു സ്പെഷ്യൽ ഇളവ് അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം കണക്കിലെടുത്തിട്ട് കൊടുക്കേണ്ടതായിരുന്നില്ലേ ഹൈക്കമാൻഡ്? സുധാകരൻ പറയുന്നത് 5 വർഷ കാലയളവ് DCC സ്ഥാനത്ത് KPCC അധ്യക്ഷനായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിയമസഭ വരുമ്പോൾ മത്സരിക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല, ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലാണ് അദ്ദേഹത്തിന് ഇപ്പം നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി കാണിച്ചിരിക്കുന്നത് ഒരു കൊടും വഞ്ചന തന്നെയല്ലേ സുധാകരനോട്? അതില് എനിക്ക് തോന്നുന്നത് ഗൗതം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പാർട്ടിയുടെ പിടിയിൽ നിൽക്കുന്ന വ്യക്തിയല്ല സുധാകരൻ. സുധാകരനെ കൊണ്ട് അങ്ങനെ ഒരു പാർട്ടി പറയുന്ന അനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ സുധാകരൻ ആ രീതിയിൽ പാർട്ടിയുടെ പിന്നിൽ നിന്ന് ഒരാൾ ചരട് ഭരിക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല കെ സുധാകരൻ. അതൊരു വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം, പിണറായിക്ക് CPM-ലുള്ള പോലെ ഒരു അപ്രമാദിത്വമൊന്നും
സുധാകരനില്ല കോൺഗ്രസിൽ. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യം വരും. കാരണം സുധാകരന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാൽ രമേശ് ചെന്നിത്തല പിണങ്ങിയാലോ, ഇനിയും അതുപോലെ തന്നെ വി ഡി സതീശൻ കലാപക്കൊടി ഉയർത്തിയാലോ, ഒരുപാട് സാധ്യതകളുണ്ട് അതിനകത്തില്. അപ്പോൾ ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം സുധാകരനെ അവരത്ര വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം സുധാകരൻ അമിത്ഷായെ ഒരു തവണ ചെന്നൈയിൽ വെച്ച് കൂടിക്കണ്ടു എന്നുള്ള വാർത്തകളൊക്കെ കുറച്ചുനാൾ മുമ്പ് മാധ്യമങ്ങളിൽ വന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം തുടർന്നതുകൊണ്ട് അതങ്ങനെ പിന്നെ മാറിപ്പോയി ആ ഒരു ഇത്. പക്ഷേ ആ ഒരു സാധ്യത ഇല്ലാതായി. പക്ഷേ അപ്പോഴും ഈ CPM-നോട് അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തി, ഇപ്പം എന്നോട് ഗൗതം ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയോ അതല്ലെങ്കിൽ VD സതീശനോ KC വേണുഗോപാലോ ഒന്നും ഈ രീതിയിൽ CPM-നെ എതിർക്കാത്ത. എനിക്ക് തോന്നുന്നു അതിന് പല കാരണങ്ങളുണ്ട്. KC വേണുഗോപാൽ ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു നേതാവാണ്. കോൺഗ്രസിന്റെ പിന്നെ ഡൽഹിയിലെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ എതിരെ ആഞ്ഞടിക്കുക എന്നുള്ളത് അത്ര ഒരു പ്രഥമമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രാഥമിക കർത്തവ്യമല്ല. അവിടെ നിയന്ത്രിച്ച് തന്നെ വേണം സംസാരിക്കേണ്ടത്. കാരണം KC-യുടെ വാക്കുകൾ ദേശീയ മാധ്യമങ്ങൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കും ഒരു കാര്യം. പിന്നെ രമേശ് ചെന്നിത്തലയും സതീശനും, രമേശ് ചെന്നിത്തല പണ്ടേ അങ്ങനെ ആരെയും ഭീകരമായി ആക്രമിക്കുന്ന ഒരു തരത്തിലുള്ള നേതാവല്ല. സതീശനും ആ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുന്ന ആളല്ല. ആ ഒരു രാഷ്ട്രീയ ഒരു നിലയല്ല ഒരുപക്ഷെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉള്ളത്. ഇപ്പൊ തൃശ്ശൂർ തൊട്ട് തെക്കോട്ടുള്ള ജില്ലകൾ നോക്കിയാൽ ആ രീതിയിലുള്ള ഒരു വലിയ ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നും നടക്കാറില്ലായിരുന്നു. അപ്പൊ അതായിരിക്കാം ഒരു കാരണം. പിന്നെ തീർച്ചയായിട്ടും സുധാകരൻ പിന്തുടരുന്ന രാഷ്ട്രീയ ശൈലി വേറെയാണ്. അത് കണ്ണൂരിന്റെ യാഥാർത്ഥ്യങ്ങൾ വെച്ച് ഉൾക്കൊണ്ടുകൊണ്ട്, കണ്ണൂരെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ CPM നടത്തിയ അതിക്രമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഒരിക്കലും മറക്കാത്ത ഒരു മനസ്സ് സുധാകരനുണ്ട്. കാരണം വ്യക്തിപരമായി അദ്ദേഹം നിരവധി തവണ ആക്രമിക്കപ്പെട്ടിരുന്നു. ചോദിക്കും. ഇപ്പൊ MV രാഘവൻ അടക്കം 3 ടയർ സംരക്ഷണം നൽകിയത് സുധാകരന്റെ അത്രയും സംരക്ഷണം അദ്ദേഹം നൽകിയത് സുധാകരന്റെ ഒക്കെ നേതൃത്വത്തിലാണ്. തീർച്ചയായിട്ടും അത് സുധാകരനെ ഞാൻ വായിച്ചിട്ടുള്ള അദ്ദേഹത്തിന് 7 8 തവണയോ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നു. ഒരു തവണ അദ്ദേഹത്തിന്റെ സഹോദരനെ പിന്നെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. സുധാകരൻ എന്ന വ്യക്തി CPM-ന്റെ ഒരു ടാർഗറ്റ് തന്നെയായിരുന്നു. അതിൽ നിന്നും ഇളവ് കൊടുത്തത് കൊണ്ടല്ല സുധാകരൻ രക്ഷപ്പെട്ടത്. സുധാകരന്റെ സ്വന്തം ധൈര്യവും മനസാന്നിധ്യവും അദ്ദേഹത്തിന്റെ സംഘടനാ ബലവും സംഘടനാ നേതൃത്വ പാഠവും ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്വാധീനം കൊണ്ട് തന്നെ അതിനൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് സുധാകരൻ. അത് പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഉൾപ്പെടെ പിണറായിക്ക് പേടിയുണ്ടായിരുന്ന ഒരു നേതാവാണ് സുധാകരൻ എന്ന് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്രണ്ണൻ കോളേജിൽ പിണറായി പഠിക്കുന്ന കാലത്തും ഈ പിണറായിയുടെ പല അവകാശവാദങ്ങളും അതൊക്കെ വെറും പൊള്ളയായിരുന്നു. പണ്ട് കാസർഗോഡ് വീക്ഷണത്തിന്റെ ലേഖനായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ പേര് ഉപയോഗിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ AK ബാലനെയൊക്കെ ഒരിക്കൽ ആരോ വെട്ടാൻ വേണ്ടി വാളുയർത്തിയപ്പോൾ അദ്ദേഹം പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ CPM-നും ആ ഒരു കാലഘട്ടത്തിൽ SFIക്ക് ഈ പറയുന്ന വലിയ ശക്തിയൊന്നുമില്ലായിരുന്നു. KSUവും അതിശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. അന്ന് സുധാകരനായിരുന്നു KSUവിന്റെ നേതാവ്. ആ ഒരു കാലഘട്ടത്തില് അങ്ങനെ ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നു KSUവിന്. സുധാകരൻ, AP ജയശീലൻ, അന്ന് പിന്നെ സുധാകരന് മുമ്പ് DCC പ്രസിഡന്റ് ആയിരുന്ന രാമകൃഷ്ണൻ, അദ്ദേഹം CPM-നെതിരെ തിരിച്ചു പോരാടിയിട്ടുള്ള ആളാണ്. കണ്ണൂരിൽ നിന്നും മത്സരിച്ച് പലതവണ ജയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിലൂടെ വന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ CPM-നെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. തെക്കൻ കേരളത്തില് വളരെ പിന്നെ പരിമിതമായ, അതും ചെന്നിത്തലയൊക്കെ മത്സരിക്കുന്ന സ്ഥലങ്ങളില് കാലമായപ്പോഴേക്കും അവിടുത്തെ രാഷ്ട്രീയ സംഘർഷമൊക്കെ മാറിയിരുന്നു. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്നു. 1960കളിലും 70കളുടെ തുടക്കത്തിലുമൊക്കെ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം തെക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ പാടെ മാറി. CPM-കാരായാലും കോൺഗ്രസ്സുകാരായാലും അങ്ങനെ ആശയത്തിനോ അല്ലെങ്കിൽ നേതാവിനോ വേണ്ടി ചാവാനൊന്നും ആരും ഇപ്പൊ തയ്യാറല്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അപ്പൊ ആശയപരമായിട്ട് ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടുതലുള്ളത് വടക്കൻ കേരളത്തിലാണ്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. ആ ആശയത്തോടുള്ള ഒരു പിന്നെ ഒരു അഭിനിവേശം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ലോയൽറ്റി
ആ ലോയൽറ്റി നിലനിർത്തുന്ന സുധാകരനെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കുന്ന ഞാൻ പറഞ്ഞ വിജയിച്ചതിന് ശേഷം ഒരു വിഭാഗം MLA-മാരുടെ സഹായത്തോടു കൂടി പല കാര്യങ്ങൾക്കും അവകാശവാദം ഇദ്ദേഹം ഉന്നയിക്കുമോ എന്നുള്ള ഒരു ഭീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാത്രമല്ല, അവിടെ ഒരു സംശയം അവർക്കുള്ളത്, കോൺഗ്രസിന്റെ നേതൃത്വത്തിനുള്ള മുസ്ലിം ലീഗ് ചില കാരണങ്ങളാൽ സുധാകരനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് കോൺഗ്രസിനുള്ളിൽ വല്ലാത്ത ഒരു പവർ ഇംബാലൻസ് സൃഷ്ടിക്കും. പിന്നെ സുധാകരൻ ഇപ്പോ BJP-യോട് ഒപ്പം വന്നാൽ അതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് അപ്പോഴത്തേക്ക് നമ്മുടെ സമയം തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് സുധാകരൻ BJP-യോട് ഒപ്പം സ്ഥിരീകരണം വയ്ക്കുക. ആയിട്ടില്ല എങ്കിലും നമുക്കത് സാധ്യത പരിഗണിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ സുധാകരൻ BJP-യുടെ പിന്തുണയോടെ മത്സരിക്കുകയും സുധാകരൻ ജയിക്കുകയും ചെയ്താൽ എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും, അത് മറ്റൊരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കും. ഇപ്പൊ നിങ്ങൾ BJP-യുടെ ഇപ്രാവശ്യത്തെ കാൻഡിഡേറ്റ് ലിസ്റ്റ് നോക്കി. BJP-ക്കും 2020-ക്കുമായിട്ട് നിരവധി ക്രിസ്ത്യാനികൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്, നിരവധി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുണ്ട്. PC ജോർജ്, ഷോണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോർജ് കുര്യന്, അങ്ങനെ പ്രമുഖരായ ക്രിസ്ത്യൻ നേതാക്കന്മാർ ഇപ്പൊ BJP-യിലുണ്ട്. അപ്പോ കോൺഗ്രസിന് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ച് BJP-യോടുള്ള ആ തൊട്ടുകൂടായ്മ മാറിക്കഴിഞ്ഞു. ഇതൊക്കെ പെട്ടെന്ന് രാഷ്ട്രീയം ഒരു കൊടുങ്കാറ്റ് എന്ന് ഞാൻ പറഞ്ഞ അതാണ്. അതായത് ഒരു റാഡിക്കൽ ചേഞ്ച്, സമൂലമായ ഒരു കേരള രാഷ്ട്രീയത്തിൽ വരാൻ അത് കാരണമാകും. പെട്ടെന്ന് തന്നെ ഇപ്പോഴത്തെ കോൺഗ്രസിനുണ്ടായ അപ്പർ ഹാൻഡ് നഷ്ടപ്പെടും. സുധാകരന്റെ പിന്തുണ കൊണ്ട് മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ നാറേറ്റീവ്. ആ പൊളിറ്റിക്കൽ നാറേറ്റീവ് കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്തയെ തന്നെ മാറ്റിമറിക്കും. അത് കോൺഗ്രസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്തൊക്കെ നാളെ ഇലക്ഷന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കിയാലും കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ തൽക്കാലം പുള്ളി അടക്കി നിർത്തുക, സീറ്റ് കൊടുക്കുക, മത്സരിപ്പിക്കുക. അല്ലെങ്കിൽ ഇതുവരെ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഒരു നാറേറ്റീവ് ഇവിടെ വെച്ച് തകരുകയാണ്. പുതിയൊരു നാറേറ്റീവിന് അവസരം വരും. മിക്കവാറും ഇലക്ഷനിൽ ഒരു തൂക്ക് നിയമസഭ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. വരും ദിവസങ്ങളിൽ അത് വല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കും. തെക്കൻ കേരളത്തിൽ പോലും പെട്ടെന്ന് BJP-യുടെ ഒരു മുന്നേറ്റത്തിന് അത് കാരണമാകും. CPM-ന് കുറച്ച് സീറ്റ് കിട്ടും. ഈ 3 പാർട്ടികളും കൂടെ BJP-ക്ക് ഇപ്പം 5-ലധികം സീറ്റ് കിട്ടുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ ഉണ്ടായാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. BJP 2020 ഇപ്പൊ 2020-ക്ക് ഏതെങ്കിലും രീതിയിൽ കുന്നത്ത് നാടോ അതുപോലൊരു മണ്ഡലമോ കിട്ടിയാൽ, PC ജോർജ് ജയിച്ചാൽ, ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് വലിയ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സാമൂഹിക പ്രത്യാഘാതങ്ങൾ അതിൽ നിന്നുണ്ടാവും. കാരണം ന്യൂനപക്ഷങ്ങളുടെ ശക്തമായ സാന്നിധ്യമുള്ള BJP നയിക്കുന്ന ഒരു മുന്നണി, ആ മുന്നണിയിലോട്ട് പോകാൻ എനിക്ക് ഉറപ്പുണ്ട്. ജോസ് കെ മാണിയും അതുപോലെ തന്നെ PJ ജോസഫിന്റെ ഒക്കെ പാർട്ടികളിലുള്ള ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകും. ഇതൊക്കെ വല്ലാതെ രാഷ്ട്രീയം മാറ്റിക്കളയും. അപ്പൊ സുധാകരനെ കോൺഗ്രസ് ഇപ്പോഴത്തെ ബുദ്ധി കൂടെ നിർത്തുക എന്നുള്ളതാണ്. അതിന് തൽക്കാലം കൊടുക്കേണ്ട വില അങ്ങ് മറന്നേക്കുക. ഇലക്ഷന് ശേഷം അടുത്ത അടവ് നയം പ്രയോഗിച്ച് സുധാകരനെ ഒതുക്കുക, അതല്ലാതെ വേറെ നിവൃത്തിയില്ല.